Hello dears, we are discussing Social Science 2nd Chapter 4 by the hands of nature. In our last class, we learned the characteristics of river right from the source to the mouth. The landforms created at different courses of a river are different in nature. Let us familiarize with a few erosional and depositional processes and the reluctant landforms. നദി ഒഴുകുന്നത് 3 സ്റ്റേജസിലൂടെയാണ് നമ്മൾ പഠിച്ചു. അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, ലോവർ കോഴ്സ്. ഈ 3 സ്റ്റേജസിലും റിവറിൻ്റെ ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ആകുന്നുണ്ട്. നദിയുടെ ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസിനെ കുറിച്ചിട്ടാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. Velocities of water flow, slope of the terrain and rock structure are the factors affecting the intensity of river erosion. വെള്ളം ഒഴുകുന്നതിൻ്റെ വേഗത, ഒഴുകുന്ന പ്രദേശത്തെ ചരിവ്, അവിടുത്തെ റോക്കിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സും റിവർ ഇറോഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ ഒഴുകുന്ന വെള്ളത്തിൻ്റെ വേഗം, ഒഴുക്കിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലാണ് ഒഴുകുന്നതെങ്കിൽ ഇറോഷൻ കൂടുതലായിരിക്കും. ഒഴുകുന്ന പ്രദേശത്തെ ചരിവ്, അവിടുത്തെ വളരെ കുത്തനെയുള്ള സ്റ്റീപ്പ് സ്ലോപ്പ് ആയിട്ടെങ്കിൽ എങ്ങനെയാണ് അവിടെയുള്ള സാധനങ്ങളേക്ക് ഇറോഷൻ കൂടുതലായിട്ട് നടക്കുന്നതായിരിക്കും. അതുപോലെ റോക്കിൻ്റെ സ്ട്രക്ചർ, കൂടുതൽ റോക്സൊക്കെ ഉള്ള ഭാഗമാണെങ്കിലും ഇറോഷൻ കൂടുതലായിട്ട് നടക്കുന്ന ഘട്ടമാണ്. The rock particles like gravel, sand, pebbles, etc. carried by the river rub against the rocks along the bed and both sides of the river. This results in the wearing down of rocks. Such erosion is known as abrasion or corrosion. Through these processes, the river can polish even the hard rocks along its course. നദി ഒഴുക്കിക്കൊണ്ടുപോകുന്ന ചരൽ, മണൽ, ഉരുളൻ കല്ലുകൾ തുടങ്ങിയ വസ്തുക്കളെല്ലാം റിവർ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിത്തട്ട്. റിവറിൻ്റെ അടിത്തട്ടിലും അതുപോലെ റിവർ ബാങ്ക്, റിവറിൻ്റെ 2 സൈഡുകളിലും ഒക്കെയുള്ള റോക്സിൽ ഉരസുന്നതിനും അതും അങ്ങനെ റോക്സിന് ഇറോഷൻ സംഭവിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇപ്രകാരമുള്ള ഇറോഷനെ വിളിക്കുന്ന പേരാണ് അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ. ആ വെള്ളം ഒഴുകുന്ന സ്ഥലത്തെ, നദി ഒഴുകുന്ന സ്ഥലത്തെ വളരെ ഹാർഡായിട്ടുള്ള റോക്സിനെ പോലും മിനുസപ്പെടുത്തുന്നത് ഈ പ്രവർത്തനത്തിലൂടെ. ഇങ്ങനെ റിവർ ഒഴുകിക്കൊണ്ട് പോകുന്ന വെള്ളം ഒഴുകുമ്പോഴേക്കും, നദി ഒഴുകുമ്പോഴേക്കും വെള്ളം മാത്രമല്ല ഒഴുകി പോകുന്നത്, അതിൻ്റെ കൂടെ ചരൽ, മണൽ, പെബിൾസ്, ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ടാകും. അതിങ്ങനെ കണ്ടിന്യൂസ് ഒഴുകുവാണ്. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും റിവർ സൈഡിൽ ഒക്കെ പോയിട്ടുണ്ട്, ഹില്ലി ഏരിയാസിലുള്ള റിവർ സൈഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ധാരാളം ഉരുളൻ കല്ലുകൾ ആ ഭാഗത്ത് കിടക്കുന്നത് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള കല്ലുകളൊക്കെ. റിവർ ബെഡ് ഇറോഷൻ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത് അപ്പർ കോഴ്സിലാണ്. ഒഴുക്കിൽപ്പെട്ട പാറക്കഷ്ണങ്ങൾ നദിയുടെ അടിത്തട്ടിലൂടെ ഉരുണ്ട് നീങ്ങുമ്പോൾ അതിൻ്റെ സൈഡെല്ലാം റബ്ബ് ചെയ്ത് പോയി അതിന് റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത് എഡ്ജസ് ആയിട്ട് മാറുന്നുണ്ട്. അത് കണ്ടിന്യൂസ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല അത് സംഭവിക്കുന്നത്. മഴവെള്ളം മൂലമുള്ള ഇറോഷൻ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് ഇളകിയ മണ്ണുള്ള പ്രദേശങ്ങളിലായിരിക്കും. അതുപോലെ ചരിവ് കൂടിയ പ്രദേശത്തെ മേൽമണ്ണുകളൊക്കെ ഒലിച്ചു പോകുന്നത്, ചരിഞ്ഞ സ്ഥലത്തെ മേൽമണ്ണുകളൊക്കെ മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റിവർ ബെഡ് ഇറോഷൻ്റെ ഭാഗമായിട്ട് നദിയുടെ ആഴം കൂടുന്നു. റിവർ ബാങ്ക് ഇറോഷൻ്റെ ഭാഗമായിട്ട് നദിയുടെ വിസ്തൃതി കൂടുന്നു, നദിയുടെ വിഡ്ത് കൂടുകയാണ് ചെയ്യുന്നത്. See the picture figure 4.6. It is a deep gully formed as a result of erosion caused by running water. Why are such gullies formed along steep slopes? എന്തുകൊണ്ടാണ് കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ഗള്ളീസ് ഫോം ചെയ്യുന്നത്? ഗള്ളീസ് എന്ന് പറഞ്ഞാൽ നീർച്ചാലുകൾ. ചരിവ് കൂടിയതിനാൽ വെള്ളം ഒഴുകുന്നതിൻ്റെ വേഗത കൂടുകയും ഇറോഷൻ്റെ റേറ്റ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഡീപ്പനിങ് ഓഫ് റിവേഴ്സ് occurs through the intense erosion resulting from an increase in the velocity of water flow. The valleys take a distinct shape as a result of the intensity of the erosion along the river bed. Look at the shape of a valley formed in this manner, figure 4.7. Such valleys are called V-shaped valley. ഒഴുക്കിൻ്റെ വേഗം വർദ്ധിക്കുന്നതനുസരിച്ച് ശക്തമാകുന്ന ഇറോഷൻ്റെ ഫലമായിട്ട് നീർച്ചാലുകളുടെ ആഴം വർദ്ധിക്കുന്നു, ഗള്ളീസിൻ്റെ ആഴം വർദ്ധിക്കുന്നു. നദിയുടെ അടിത്തട്ടിൽ ഇറോഷൻ വളരെ ശക്തമാകുന്നതോടുകൂടി വാലീസിന് ഒരു പ്രത്യേക രൂപം കൈവരുന്നു. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന വാലീസിനെ വിളിക്കുന്ന പേരാണ് വി ഷേപ്പ് വാലീസ്.
Landforms created by the erosion and depositional activities of rivers are called fluvial landforms. നദികളുടെ ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന ലാൻഡ്ഫോംസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൂവിയൽ ലാൻഡ്ഫോംസ്. Look at the given picture of a waterfall, figure 4.8. Waterfalls are generally formed at the upper course of a river as a result of erosion. Soft rocks are easily eroded in the valleys where soft and hard rocks are found intermingled. This results in the formation of waterfalls. റിവർ ഇറോഷൻ്റെ ഫലമായി അപ്പർ കോഴ്സിലാണ് വാട്ടർഫാൾസ് രൂപം കൊള്ളുന്നത്. ഹാർഡ് ആൻഡ് സോഫ്റ്റ് റോക്സ് ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ സോഫ്റ്റ് റോക്സ് വളരെ വേഗത്തിൽ ഇറോഷന് വിധേയമാവുകയും ഹാർഡ് റോക്സ് അങ്ങനെ തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു. അത് വാട്ടർഫാൾസ് രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. The rate of erosion along the riverbed decreases as the river leaves the upper course. However, lateral erosion dominates. The river flowing through the comparatively gentle slopes take deviation when the sediments or rock forms create obstruction to the flow. അപ്പർ കോഴ്സ് പിന്നിടുന്നതോടുകൂടി റിവറിൻ്റെ അടിത്തട്ടിലുള്ള റിവർ ബെഡിലുള്ള ഇറോഷൻ കുറയുന്നു. എന്നാൽ റിവർ ബാങ്കിലുള്ള ഇറോഷൻ ശക്തമാവുകയും ചെയ്യുന്നു. റിവറിൻ്റെ സൈഡിലേക്കുള്ള ഇറോഷൻ ശക്തമാവുകയും ചെയ്യുന്നു. Such bending course of a river is shown in the picture, figure 4.9. The sinuous curves formed along the river course are called meanders. Meanders are usually formed in the middle and lower course of wide rivers. Observe the transformation happening to the meanders through the further erosion and deposition, figure 4.10. Meanders may further curve through continuous erosion and deposition. Finally, the river takes a straight course. Due to the deposition of the curves may get detached from the main river, form isolated water bodies. Such water bodies are called oxbow lake, figure 4.11. കണ്ടിന്യൂസ് ഇറോഷൻ്റെയും ഡിപ്പോസിഷൻ്റെയും ഫലമായി മിയാൻഡേഴ്സിന് രൂപമാറ്റമുണ്ടാകുന്നു. മിയാൻഡേഴ്സിലെ സിനസ് കർവ്സ് കൂടുതൽ വളയുകയും തുടർന്ന് നദി സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകാനായിട്ട് തുടങ്ങുന്നു. വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാനപ്പെട്ട ഭാഗത്തു നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട ഒരു ഐസൊലേറ്റഡ് വാട്ടർ ബോഡി ആയിട്ട് അവിടെ കാണപ്പെടുന്നു. ഇങ്ങനെ നദിയിൽ നിന്ന് വേർപെട്ട് കാണുന്ന ഇത്തരം വാട്ടർ ബോഡീസിനെയാണ് ഓക്സ്ബോ ലേക്സ് എന്ന് വിളിക്കുന്നത്. നദികൾ ഗതിമാറി ഒഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന തടാകങ്ങളാണ് ഓക്സ്ബോ ലേക്കുകൾ. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയുടെ ഗതിമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള വൈന്തല ലേക്ക് സൗത്ത് ഇന്ത്യയിലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഓക്സ്ബോ ലേക്കിന് ഉദാഹരണമാണ്. മിയാൻഡറുകളുടെ വളഞ്ഞ ഭാഗം ഇറോഷണൽ ഡിപ്പോസിഷണൽ പ്രവർത്തനങ്ങൾക്ക് വിധേയമാവുകയും തുടർച്ചയായുള്ള ഇറോഷണൽ ഡിപ്പോസിഷണൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വളഞ്ഞ ഭാഗം പരസ്പരം അടുക്കുകയും രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടുകയും റിവർ സ്ട്രെയിറ്റ് കോഴ്സിലേക്ക് വരികയും ചെയ്യുന്നു. പ്രധാന നദിയിൽ നിന്ന് വേർപെട്ടിട്ടുള്ള ഭാഗം ഒരു ലേക്കായിട്ട് അവിടെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ആർ ഫ്ലഡ് പ്ലെയിൻസ് എ ബോൺ? ഫ്ലഡ് പ്ലെയിൻസ് ഒരു അനുഗ്രഹമാണോ വരമാണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. യു മൈറ്റ് ഹാവ് സീൻ ദി റിവേഴ്സ് ഓവർഫ്ലോവിംഗ് ദെയർ ബാങ്ക്സ് ഡ്യൂറിംഗ് ദി റെയിനി സീസൺസ്. ഫ്ലഡ് വാട്ടർ മേ കവർ എക്സ്റ്റെൻസീവ് ഏരിയാസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി റിവർ. The deposition of alluvium along both the flooded banks may cause the formation of plains. Such plains are called flood plains. മഴക്കാലത്ത് നദികൾ കരകവിഞ്ഞൊഴുകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. മുൻ വർഷങ്ങളിലുണ്ടായ പ്രളയം എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. നദി ഒഴുകുന്ന ചാലിൻ്റെ ഇരുകരകളിലും ഏറെ ദൂരത്തോളം വെള്ളം എത്തുന്നു. ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരുകരകളിലും എക്കൽ നിക്ഷേപിച്ച് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. The deposition of alluvium along both these flooded banks may cause the formation of plains. Such plains are called flood plains. Many of the famous civilizations have taken birth along such flood plains. Flood plains are very significant as they are suitable for agriculture. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യൻ സമതലങ്ങൾ ലോകത്തെ വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ പകുതിയോളം അധിവസിക്കുന്ന ഈ പ്രദേശം ഉത്തരേന്ത്യൻ നദികളുടെ ഡിപ്പോസിഷണൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ്. You have learned that the velocity of river decreases when it nears the river mouth. Most rivers branch out to the distributaries at the stage where the volume of both water and sediments is high. The sediments brought by the rivers are deposited between these distributaries, forming almost triangular shaped landform called deltas. These features are called deltas as they resemble Greek alphabet delta.
വെലോസിറ്റി ഓഫ് ദി റിവർ ഡിക്രീസസ് വെൻ ഇറ്റ് നിയേഴ്സ് ദി റിവർ മൗത്ത്. റിവർ മൗത്തിൽ വെള്ളത്തിൻ്റെ അളവും സെഡിമെൻസിൻ്റെ അളവും കൂടുതലായിരിക്കും. ഈ ഭാഗത്ത് റിവർ പല ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് പിരിഞ്ഞൊഴുകുന്നു, പല കൈവഴികളായിട്ട് പിരിഞ്ഞൊഴുകുന്നു. റിവർ മൗത്തിൽ റിവറിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും, സെഡിമെൻസ് എല്ലാം ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സമയമാണത്. അപ്പോൾ അവിടെ വോളിയം ഓഫ് വാട്ടറും എമൗണ്ട് ഓഫ് സെഡിമെൻസും കൂടുതലാണ്. അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ട് വരുന്ന സെഡിമെൻസ് ഈ ഡിസ്ട്രിബ്യൂട്ടറീസിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ട്രയാങ്കുലർ ഷേപ്പിലുള്ള ലാൻഡ് ഫോമാണ് ഡെൽറ്റ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തോട് സാമ്യമുള്ള ലാൻഡ് ഫോം ആയതിനാലാണ് അതിനെ ആ പേര് വിളിക്കുന്നത്. The Sundarbans in West Bengal is the largest delta in the world. This delta region is formed by the deposition by rivers Ganga and Brahmaputra. This delta is known as Sundarbans after the mangrove vegetation type Sundari found over here. This region covered with mangrove forest is a major biodiversity hotspot in India.